തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് തിങ്കളാഴ്ച പ്രതീക്ഷിക്കേണ്ടത്. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 1.78% ഇടിഞ്ഞ് 3116 ക്ലോസിംഗ് നൽകി. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 52 വീക്ക് ഹൈ 3217, 52 വീക്കിലോ 2220. 21 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 30.29. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 11.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2.58 ലക്ഷം കോടിയായി മാറി. കഴിഞ്ഞ വർഷം 2.36 ലക്ഷം കോടിയായിരുന്നു. റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 11.5% വളർച്ചയുണ്ടായെങ്കിലും മാർക്കറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും 12.7% റവന്യൂ ഗ്രോത്താണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ ജൂൺ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 4.5% ഇടിഞ്ഞ് 17,445 കോടിയായി മാറി. റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ 18,182 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു നേടിയത്. ഇവിടെ പ്രോഫിറ്റിൽ 4.5% ഇടിവ് വന്നു. ഇടിവ് വരാനുള്ളതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ എബിറ്റയിൽ ഉണ്ടായിരിക്കുന്ന ഇടിവാണ്. കൺസോളിഡേറ്റഡ് എബിറ്റ 2% വർദ്ധിച്ച് 42,748 കോടിയായി മാറിയിട്ടുണ്ട്. കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഡിപ്രീഷിയേഷൻ 15.5% ഇടിഞ്ഞ് 15.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 13,596 കോടിയായി മാറി. ഫിനാൻസ് കോസ്റ്റ് 1.4% വർദ്ധിച്ച് 5,918 കോടിയായി മാറുകയും ചെയ്തു. ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ കമ്പനിയുടെ എബിറ്റ ഇടിഞ്ഞെങ്കിലും ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലെ എബിറ്റയിൽ 30% വളർച്ചയുണ്ടായി. കൂടാതെ ജിയോ പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11.6% ഉയരുകയും റിലയൻസ് റീറ്റെയിലിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 10.5% ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ സെഗ്മെൻറ്റിൻ്റെയും പെർഫോമൻസ് വിശദമായി അനാലിസിസ് ചെയ്യാം. ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിലെ റവന്യൂ 33.4% വർദ്ധിച്ച് 6,179 കോടിയായി മാറി. എബിറ്റ 5,210 കോടിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിറ്റ മാർജിൻ 84.3% ഉയരുകയും ചെയ്തു. ഇവിടെ ലോ പ്രൈസ് റിയലൈസേഷനെ ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഗ്യാസ് പ്രൊഡക്ഷൻ ഉയർത്താനും തീരുമാനിച്ചു. ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ കമ്പനിയുടെ റവന്യൂ 18% വർദ്ധിച്ച് 1.33 ലക്ഷം കോടിയിൽ നിന്നും 1.57 ലക്ഷം കോടിയായി മാറി. ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ കമ്പനിയുടെ എബിറ്റ 14.3% ഇടിഞ്ഞ് 13,093 കോടിയായി മാറി. എബിറ്റ ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം ലോവർ ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂവൽ ക്രാക്സ് ആണ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ വഴിയുള്ള സബ്ഡ്യൂഡ് ഡിമാൻഡിൻ്റെയും അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് സപ്ലൈയുടെയും ഇമ്പാക്റ്റ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ കമ്പനിയുടെ പെർഫോമൻസ് മോശമായിരുന്നു. ജിയോ പ്ലാറ്റ്ഫോം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ജിയോ പ്ലാറ്റ്ഫോമിൻ്റെ റവന്യൂ 12.8% വർദ്ധിച്ച് 29,449 കോടിയായി മാറി. ജിയോ പ്ലാറ്റ്ഫോം വഴിയുള്ള എബിറ്റ 14,638 കോടിയായി മാറുകയും ജിയോ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം 8 മില്യൺ വർദ്ധിച്ച് 489.7 മില്യനായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ടോട്ടൽ 5G നെറ്റ്വർക്കിൻ്റെ 85% ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ 85% റിലയൻസ് ജിയോയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ആവറേജ് റവന്യൂ പെർ യൂസർ 181.7 ഉയരുകയും ചെയ്തു. റിലയൻസ് റീറ്റെയിലിൻ്റെ ബിസിനസ്സിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ചവെച്ചത്. ഒരു മിക്സഡ് പെർഫോമൻസ് ആണെന്ന് പറയാൻ സാധിക്കും. കമ്പനിയുടെ റവന്യൂ 6.6% വർദ്ധിച്ച് 66,260 കോടിയായി മാറി. എബിറ്റ 5,664 കോടിയായി മാറുകയും ടോട്ടൽ സ്റ്റോർ ഏരിയ 80 മില്യൺ സ്ക്വയർ ഫീറ്റായി ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം റെക്കോർഡഡ് ഫുഡ് ഫോൾസ് 18.9% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 296 മില്യനായി ഉയർന്നിട്ടുണ്ട്. രജിസ്റ്റേർഡ് കസ്റ്റമർ ബേസ് 316 ബില്യനായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇനി റിലയൻസിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 28,785 കോടിയായി മാറിയിട്ടുണ്ട്. ടോട്ടൽ ക്യാഷ് പ്രോഫിറ്റ് 33,787 കോടിയായി മാറി. കമ്പനിക്ക് മുകളിലുള്ള നെറ്റ് ഡെപ്റ്റ് 1.16 ലക്ഷം കോടിയിൽ നിന്നും 1.12 ലക്ഷം കോടിയായി മാറി. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ സമ്മറി ചെയ്യുകയാണെങ്കിൽ ഒരു മിക്സഡ് പെർഫോമൻസ് തന്നെയാണ് സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന്, കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ കമ്പനി നേരിടുന്ന പ്രധാന ചലഞ്ചുകൾ, അല്ലെങ്കിൽ ഓയിൽ ടു കെമിക്കൽ സെക്ടറിലെ കമ്പനിയുടെ എബിറ്റയിൽ ഉണ്ടായിരിക്കുന്ന ഇടിവാണ്. അതേസമയം കമ്പനിയുടെ ന്യൂ ബിസിനസ്, അതായത് റിലയൻസ് ജിയോ, റിലയൻസ് റീറ്റെയിൽ പോലുള്ള ബിസിനസ്സുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. റീറ്റെയിൽ സെഗ്മെൻറ്റിൻ്റെ പെർഫോമൻസിനെ ഡിമാർട്ടിൻ്റെ പെർഫോമൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര റിമാർക്കബിൾ പെർഫോമൻസ് അല്ല റിലയൻസ് റീറ്റെയിലും റിലയൻസ് ഇൻഡസ്ട്രീസ് കാഴ്ചവെച്ചിരിക്കുന്നത്.
ടെക്നിക്കലി 3225 എന്ന ലെവലായിരിക്കും സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്. 3200 നിന്ന് വന്ന പ്രൈസ് റിജക്ഷൻ സ്റ്റോക്കിനെ 3110 എത്തിച്ചു. ഇവിടെ നിന്നും 3000 സ്റ്റോക്കിൻ്റെ പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കും. 3000, 2700 തുടങ്ങിയ ലെവലുകളിൽ വന്ന ബ്രേക്കൗട്ടാണ് സ്റ്റോക്കിനെ 3200 മുകളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് വരും സമയങ്ങളിൽ റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിക്കുന്ന സ്ട്രോങ് സപ്പോർട്ട് 3000. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.